മെയിന്റനൻസ് കേസിൽ ഭർത്താവിന് ഭാര്യയുടെ തൊഴിൽ രേഖകൾ ആവശ്യപ്പെടാമെന്ന് ഹൈക്കോടതി. ഭാര്യയുടെ ക്ലെയിമിനെ ഭർത്താവ് എതിർക്കുകയാണെങ്കിൽ BNS സെഷൻ 94 അനുസരിച്ച് ഭാര്യയുടെ തൊഴിൽ ശമ്പള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ആവശ്യപ്പെടാവുന്നതാണ്. അത്തരത്തിലുള്ള രേഖകൾ ഹാജരാക്കുന്നതിന് ഉത്തരവിടാൻ ഫാമിലി കോടതിക്ക് അധികാരമുണ്ട്. ഭാര്യയുടെ തൊഴിൽ സ്ഥലത്ത് നിന്നാവശ്യമായ രേഖകൾ കോടതിക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. ഈ കേസിൽ ഭാര്യ ഫാമിലി കോടതിയിൽ മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. തുടർന്ന് ഇരുഭാഗത്തു നിന്നും എവിഡൻസുകൾ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഭാര്യ തന്റെ വരുമാനം മറച്ചുവെക്കുകയായിരുന്നു എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണെന്നും 80,000 രൂപയോളം വരുമാനമുണ്ടെന്നും ഈ വിഷയം കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കാണിച്ച് ഭർത്താവ് ഫാമിലി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. BNS സെഷൻ 94 അനുസരിച്ചുള്ള ഈ പെറ്റീഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന കാരണത്താൽ ഫാമിലി കോടതി റിജക്റ്റ് ചെയ്യുകയാണുണ്ടായത്. തുടർന്ന് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഫാമിലി കോടതി ഉത്തരവ് സെറ്റ് അസൈഡ് ചെയ്യണമെന്നും ഭാര്യയുടെ തൊഴിൽ രേഖകൾ വരുത്തുന്നതിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടു. ഭർത്താവ് വാദിച്ചത് തന്റെ ഭാര്യയുടെ തൊഴിൽ വിവരങ്ങൾ വൈകിയാണ് അറിയാൻ കഴിഞ്ഞത്. വിവരങ്ങൾക്കായി ഹോസ്പിറ്റലിനെ സമീപിച്ചെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതിനാൽ ഭാര്യയുടെ കൺസെന്റ് ഇല്ലാതെ തൊഴിൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്നറിയിക്കുകയായിരുന്നു. മെയിന്റനൻസ് കേസിൽ ഭാര്യയുടെ തൊഴിൽ, വരുമാന വിവരങ്ങൾ ഇവ പ്രധാനമാണ്. കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഭാര്യയുടെ ഭാഗം ഈ വിഷയം അഡ്മിറ്റ് ചെയ്യുകയോ ഡിനേ ചെയ്യുകയോ ചെയ്തില്ല. മറിച്ച് ഭർത്താവിന്റെ അപേക്ഷ കേസിന്റെ ഫൈനൽ സ്റ്റേജിലാണെന്നും അതുകൊണ്ട് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ഈ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് സെഷൻ 94 അനുസരിച്ച് കോടതിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനുമായോ എൻക്വയറിയുമായോ ട്രയലുമായോ ബന്ധപ്പെട്ട് ആവശ്യമെന്ന് കണ്ടാൽ അത് ഹാജരാക്കാൻ ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഹാജരാക്കുന്നതിനുള്ള അപേക്ഷയിന്മേൽ കോടതിക്ക് നടപടിയെടുക്കാൻ കഴിയുന്നതാണ്. കോടതിക്ക് അത്തരം തെളിവുകൾ നെസസറിയും ഡിസൈറബിളുമാണെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒരു കേസിൽ എതിർകക്ഷിക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സാക്ഷികളെയോ തെളിവോ ഹാജരാക്കാൻ കഴിയുന്നതാണ്. കംപ്ലൈനന്റിൽ നിന്നോ മറ്റൊരു തേർഡ് പാർട്ടിയിൽ നിന്നോ ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതുമാണ്. രജനീഷ് വേഴ്സസ് നെഹ കേസ് അനുസരിച്ച് ഇരു കക്ഷികളുടെയും ഇൻകം, അസറ്റ്സ്, ലയബിലിറ്റീസ് ഇവ വ്യക്തമാക്കേണ്ടതുണ്ട്. കൂടാതെ റിലവൻ്റായ ഡോക്യുമെന്റ്സ് എതിർകക്ഷിയിൽ നിന്ന് ആവശ്യപ്പെടാവുന്നതുമാണ്. ഒരു മെയിന്റനൻസ് കേസ് ശരിയും പൂർണ്ണവുമായ സാമ്പത്തിക വിവരങ്ങൾ ഇരു കക്ഷികളിൽ നിന്നും ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ കേസിൽ നീതിയുക്തമായ ഒരു തീരുമാനത്തിന് പരാതിക്കാരനായ ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രധാനമാണ്. ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് സാലറി സംബന്ധമായ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാവുന്നതാണ്. കോടതി ഭർത്താവിൻ്റെ പെറ്റീഷൻ അനുവദിക്കുകയും ഫാമിലി കോടതി ഉത്തരവ് സെറ്റ് അസൈഡ് ചെയ്യുകയും ചെയ്തു. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ജസ്റ്റിസ്